കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ മഞ്ഞണിക്കാട്ടിൽ ഒരു കോഴിയച്ഛനും കോഴിയമ്മയും ഉണ്ടായിരുന്നു. ഒരു ദിവസം കോഴിയമ്മ ഒരു മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞ് സുന്ദരനായ ഒരു കോഴിക്കുഞ്ഞുണ്ടായി. അവർ ആ കുഞ്ഞിന് മെനാൾഡോ എന്ന് പേരുമിട്ടു. ഒരു ദിവസം മെനാൾഡോ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പട്ടിക്കുട്ടന്മാർ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടു. അവൻ അവിടേക്ക് ഓടിച്ചെന്നു. അവനും കളിക്കാൻ തുടങ്ങി. പക്ഷേ പട്ടിക്കുട്ടന്മാർക്ക് അവന്റെ കളി ഇഷ്ടപ്പെട്ടില്ല. അവർ മെനാൾഡോയെ കളിയാക്കി ഓടിച്ചു വിട്ടു. മെനാൾഡോ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് അച്ഛനോടും അമ്മയോടും സങ്കടം പറഞ്ഞു. കോഴിയച്ഛനും കോഴിയമ്മയ്ക്കും വിഷമമായി. അവർ ആലോചിച്ചു, ഫുട്ബോൾ കളിക്കാൻ അറിയാത്തത് കൊണ്ടല്ലേ മെനാൾഡോയെ പട്ടിക്കുട്ടന്മാർ പുറത്താക്കിയത്. അതുകൊണ്ട് ഫുട്ബോൾ കോച്ചായ ചെമ്പൻ കുരങ്ങന്റെ അടുത്ത് മെനാൾഡോയെ കോച്ചിങ്ങിന് വിടാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ചെമ്പൻ കുരങ്ങന്റെ കോച്ചിങ് സെന്ററിലെത്തി മെനാൾഡോയെ കോച്ചിങ്ങിന് ചേർത്തു. മെനാൾഡോ നന്നായി കളിക്കാൻ പഠിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മഞ്ഞണിക്കാട്ടിൽ വലിയൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്താനുള്ള തീരുമാനമായി. മെനാൾഡോയും ടീമും പട്ടിക്കുട്ടന്മാരുടെ ടീമും തമ്മിലായിരുന്നു മത്സരം. അങ്ങനെ മെനാൾഡോ ജേഴ്സിയൊക്കെ അണിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. മറ്റു കോഴിക്കുഞ്ഞുങ്ങളും മെനാൾഡോയുടെ ടീമിലുണ്ടായിരുന്നു. തന്റെ ടീമിന്റെ വിജയത്തിനായി വാശിയോടെ അവർ പുറപ്പെട്ടു. പട്ടിക്കുട്ടന്മാരുടെ ടീമും മെനാൾഡോയുടെ ടീമും ജേഴ്സികളൊക്കെ അണിഞ്ഞ് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി. മഞ്ഞണിക്കാട്ടിലെ ടൂർണമെന്റിനായി മെനാൾഡോയും സംഘവും പട്ടിക്കുട്ടന്മാർക്കെതിരെ ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. സ്റ്റേഡിയം കാട്ടിലെ ജീവികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. കാഴ്ചക്കാരായ എല്ലാ മൃഗങ്ങളും ആവേശത്തോടെ കൈയടിക്കാൻ തുടങ്ങി. രണ്ട് ടീമും വാശിയോടെ മത്സരിച്ചു. ചെമ്പൻ കുരങ്ങൻ ആവേശത്തോടെ കമന്ററി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതാ മെനാൾഡോയും സംഘവും പട്ടിക്കുട്ടന്മാർക്കെതിരെ കളിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മെനാൾഡോയും സംഘവും മെനാൾഡോയുടെ ടച്ചോട് കൂടി കളി ആരംഭിക്കുന്നു. മെനാൾഡോ, what a goal by മെനാൾഡോ! കാണികൾ ആവേശം കൊള്ളുന്നു. ഇതാ വീണ്ടും പട്ടിക്കുട്ടന്മാരുടെ ഒരു ഉഗ്രൻ ഗോൾ. കാണികൾ ആവേശം കൊള്ളുന്നു. പട്ടിക്കുട്ടന്മാരുടെ മുന്നേറ്റം. അയ്യോ, ഏത് ഗോൾ എത്താതെ പോകുന്നു. ഇതാ വീണ്ടും മെനാൾഡോ, what a goal! 2-1 കളി മാറ്റി എഴുതുന്നു മെനാൾഡോ. മെനാൾഡോ, the king മെനാൾഡോ strikes again. ഇതാ മെനാൾഡോയും സംഘവും ടൂർണമെന്റിലെ വിജയികളായി മാറുന്നു. ഒടുവിൽ മെനാൾഡോയുടെ ടീം വിജയിച്ചു. എല്ലാവരും മെനാൾഡോയെ അഭിനന്ദിച്ചു. മെനാൾഡോയും കൂട്ടുകാരും മഞ്ഞണിക്കാടിന്റെ അഭിമാനമായി. മെനാൾഡോയെ കളിക്കളത്തിൽ നിന്ന് ഇറക്കിവിട്ട പട്ടിക്കുട്ടന്മാർ അവനോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ വലിയൊരു ട്രോഫിയുമായി നിൽക്കുന്ന മെനാൾഡോയുടെ ചിത്രങ്ങൾ കാട്ടിലെങ്ങും നിറഞ്ഞു നിന്നു. കൂട്ടുകാരെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഉന്നത വിജയത്തിലെത്താൻ സാധിക്കൂ. അതുകൊണ്ട് പരാജയത്തിലും ഒറ്റപ്പെടുത്തലുകളിലും തളരാതെ പരിശ്രമിച്ചുകൊണ്ട് വിജയത്തിലെത്താൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.